Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala rasulihil amin wa ala alihi wa ashabihi ajma'in. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പുതിയൊരു സൂറ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് സഹായം തേടുക. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. അല്ലാഹുമ്മ ഇൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ വഅൻത തജ്അലൽ ഹസ്ന ഇദാ ശിഅത സഹ്ലാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ സൂറ അൽ കാഫിറൂനാണ് നമ്മൾ ഇന്ന് ഇൻഷാല്ല മനസ്സിലാക്കാൻ പോകുന്നത്. 6 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. കാഫിറൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സത്യനിഷേധികൾ എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരണക്രമപ്രകാരം 18-ാമത്തെ സൂറത്താണ് സൂറ അൽ കാഫിറൂൻ. സൂറത്തുൽ മാഊന് ശേഷമാണ് ഈ ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൂറ മക്കി സൂറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വസിക്കുന്ന അവസാന സമയത്ത്, അതായത് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട്, നുബുവത്തിന്റെ 10 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സൂറത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഈ സൂറത്തിലെ മറ്റ് നാമങ്ങൾ, അതായത് കൂടുതൽ നാമങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ആ സൂറക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ട് എന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാമങ്ങൾ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും. ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയാം സൂറ അൽ കാഫിറൂൻ അല്ലെ, സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളതാണ് ഒന്നാമത്തെ നാമം. രണ്ടാമത്തത് സൂറത്തു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒന്നാമത്തെ ആയത്ത് മുഴുവനായിട്ടും സൂറത്തു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് സൂറത്തുൽ ബറാഅ. ബറാഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ് അസോസിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട്, എന്താണ്, യാതൊരു വിധത്തിലുള്ള ഒരു അസോസിയേഷനും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ബറാഅ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു കാഫിറൂൻ സൂറ നമ്മൾ തൗഹീദിനെയും ഷിർക്കിനെയും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ് സൂറത്തുൽ ബറാഅ എന്നുള്ള പേര്. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം സൂറ അവസാനിപ്പിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ ദീൻ എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടും അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ സൂറത്തുദ്ദീൻ എന്നുള്ള പേരും കൂടെ ഈ ഒരു സൂറയ്ക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ സൂറത്തിൽ കുറേ അബുദ്, അതുപോലെ തന്നെ മാതഅബുദൂൻ, ആബിദ്, അങ്ങനെ കുറേ എന്താണ് ഇബാദത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സൂറക്ക് വരുന്ന മറ്റൊരു പേരാണ് സൂറത്തുൽ ഇബാദ. ഓക്കെ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ സൂറത്തുൽ മുഖശ്ഖിഷ. നമ്മൾ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചു പറഞ്ഞിട്ടായിരുന്നു. സൂറത്തുൽ മുഖശ്ഖിഷ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ് അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്താണ് നമ്മൾ സുഖം പ്രാപിക്കുന്നതിനാണ് മുഖശ്ഖിഷ എന്ന് പറഞ്ഞത്. അതായത് കഷ്കഷ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂർ ആകുക, മുഖശ്ഖിഷ എന്ന് പറഞ്ഞാൽ അത് ക്യൂർ ആക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ സൂറത്തുൽ കാഫിറൂൻ നമ്മൾ പൂർണ്ണമായിട്ടും ഹൃദയത്തിൻ്റെ ഷിർക്കിൽ നിന്നും പൂർണ്ണമായിട്ടും നമ്മളെ എന്താണ് പറയുക ഭേദപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പരിപൂർണ സുഖം നൽകുന്ന, ഷിർക്കിൽ നിന്നും പൂർണ്ണമായിട്ടും ക്യൂർ നൽകുന്ന സൂറയാണ് സൂറ അൽ കാഫിറൂൻ എന്ന. സൂറത്തുൽ ഇഖ്ലാസും സൂറ അൽ കാഫിറൂനും രണ്ടും നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ഈമാൻ നിറക്കുന്ന സൂറയാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഇഖ്ലാസൈൻ എന്ന സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസിനും കൂടെ ഒരുമിച്ച് പറയാറുണ്ട്. ഓക്കെ. അൽഹംദുലില്ലാഹ്. ഇതൊക്കെയാണ് സൂറത്തുൽ കാഫിറൂൻ്റെ മറ്റ് നാമങ്ങൾ. അതുപോലെ തന്നെ സൂറത്തുൽ മുനാബദ എന്നുള്ളതുണ്ട്. അതായത് എന്താണ് പറയുക, ഷിർക്ക് എന്നുള്ള കൺസെപ്റ്റിനെ ദൂരേക്ക് വലിച്ചെറിയുന്ന ഒരർത്ഥം എന്നുള്ളത് കൊണ്ടാണ് സൂറത്തുൽ മുനാബദ, ദ വൺ വിച്ച് ത്രോ ദ കൺസെപ്റ്റ് ഓഫ് ഷിർക്ക്. കംപ്ലീറ്റ്ലി ആ ഷിർക്ക് ഒരു പൊടിക്ക് പോലും നമുക്ക് പാടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാമം. അല്ലാഹു അഅലം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സൂറത്തുൽ കാഫിറൂൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് പറയുന്നത്, നാമങ്ങളൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ. ഇനി നമ്മൾ അടുത്തതായിട്ട് അസ്ബാബുൻ നുസൂൽ, അതായത് നമ്മളുടെ ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ഇറക്കാനുള്ള കാരണം ഇത് നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരുന്ന സമയത്ത്, അവസാന സമയത്താണ്, 10 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഈ സൂറത്ത് റിവീൽ ചെയ്യാൻ ഉള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥാർത്ഥത്തിലും ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം മുശ്രിക്കായിട്ടുള്ള ആളുകൾക്ക് അവർക്കത് സഹിക്കുന്നില്ല. എന്തെങ്കിലും വഴി ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രീച്ചിങ് നിർത്തണം, എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള രീതിയിൽ അവരെല്ലാ വഴികളും നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതും പറഞ്ഞു നോക്കി. ഇങ്ങനെ ഞങ്ങൾ മക്കയിലെ തന്നെ ഏറ്റവും വലിയ ചീഫാക്കി തരാം, അല്ലെങ്കിൽ എല്ലാ സമ്പാദ്യം നിനക്ക് നൽകി ഏറ്റവും വലിയ സമ്പന്നനാക്കി തരാം, അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഭംഗിയുള്ള സ്ത്രീനെ നൽകിയിട്ട് നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും നൽകിയാൽ പോലും ഞാൻ ഈ ഒരു ദീനിൽ നിന്ന് വിട്ടുപോകില്ല എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി, എന്ത് വന്നാലും ഈ ഒരു ദീനിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്തിരിയാൻ സാധ്യതയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു അവസാനത്തെ ഒരു ശ്രമം എന്ന നിലക്ക് അവർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്നാൽ നമുക്ക് കോംപ്രമൈസിന് പോകാം, ഇനി എന്തായാലും ഇതിൽ നിന്നും പിന്മാറ്റില്ല, അപ്പം നമുക്ക് ചെറുതായിട്ടൊരു കോംപ്രമൈസിന് പോകാം എന്നുള്ള രീതിയിലാണ് ശത്രുക്കൾ അല്ലെങ്കിൽ മുശ്രിക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറയുന്നത്, ഒരു വർഷം ഞങ്ങൾ നിന്റെ ദൈവത്തിനെ ആരാധിക്കാം, അടുത്ത വർഷം നീയും ഞങ്ങളുടെ ദൈവത്തിനെ ആരാധിക്കാം എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് കോംപ്രമൈസിന് വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് എന്താണ് മറുപടി നൽകേണ്ടത് എന്ന് അറിയാത്തത് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഡയറക്റ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ, നീ പറയ്, എന്താ പറയേണ്ടത്, യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ്, പവർഫുൾ, ഭയങ്കര നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തുളച്ച് കയറുന്ന രീതിയിലുള്ള വാക്കുകളാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവരുടെ ഇങ്ങനെയുള്ളൊരു കോംപ്രമൈസിന് നൽകിയിട്ടുള്ള ഉത്തരം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇതാണ് സൂറത്തിൻ്റെ അവതരണത്തിനുള്ള പശ്ചാത്തലം, എന്തുകൊണ്ടാണ് ഈ ഒരു സൂറത്ത് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലൊരു സമാധാനം കൂടെയായിരുന്നു. എങ്ങനെയാണ് ഇവരടുത്ത് പറയുക, എങ്ങനെ ഇവരടുത്ത് ഹാർഡായിട്ട് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് അള്ളാഹു നീ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു ഹാർഷ്നെസ് സ്വന്തമായിട്ട് വന്ന പോലെ ആയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കാര്യം അവരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ വേർച്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, സൂറത്തുൽ ഇഖ്ലാസ് 1/3 ഭാഗമായിരുന്നു, ഖുർആൻ്റെ 1/3 ഭാഗമായിരുന്നു. ഈ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ 4/1 ഭാഗമാണ്. അതായത് 4 തവണ നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഇറ്റ് ഈസ് ആസ് ഇഫ് വി റിസൈറ്റഡ് ദ ഹോൾ ഖുർആൻ. അപ്പം 4/1 ഭാഗം ആണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സൂറത്തും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഫജ്ർ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിനും അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിൽ ഈ 2 സൂറകളും പാരായണം ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് വിത്ർ നമസ്കാരത്തിൽ വിത്രിൻ്റെ അവസാന 2, അതായത് നമ്മൾ 3 റക്അത്ത് നമ്മൾ നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അലയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും പിന്നെ അവസാനത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സുന്നത്തുകളും നമ്മൾ ഫോളോ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വേർച്യൂസൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അദബ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തതായിട്ട് തവാഫ് ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നമസ്കാരത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകളായിരുന്നു, സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ, സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്
ഉം. അതായത് ഫർവ ബിൻ നൗഫൽ അൽ അഷ്ജി എന്ന് പറഞ്ഞിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ അടുത്ത് നിന്ന് നറേറ്റ് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകളെ എൻ്റെ അടുത്തേക്ക് എന്താണ് സെൻഡ് ചെയ്തിട്ട് പറഞ്ഞു, എന്താണ് യു ഷാൽ ബി ദ വൺ ടു നഴ്സ് ഹെർ ഫോർ മീ. അതായത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ എന്താണ് മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ഫർവ ബിൻ നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ബിൻ നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്തേക്ക് എത്തിക്കുകയും അവരോട് പറഞ്ഞു, എന്താണ് നീ ആയിരിക്കും ഇനി മുതൽ എൻ്റെ മകളെ പാല് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ഐ സ്റ്റേഡ് ഫോർ ആസ് ലോങ് ആസ് അല്ലാഹു വിൽ. അങ്ങനെ അല്ല വിചാരിക്കുന്ന അത്ര ഞാൻ അവിടെ നിൽക്കുകയും ആൻഡ് ദെൻ ഞാൻ എന്താണ് അവൻ്റെ അടുത്തേക്ക് പോവുകയും അങ്ങനെ പറഞ്ഞു, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ് വിത്ത് ദ യങ് ഗേൾ, എന്താണ് കുട്ടിക്ക് പറ്റിയതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്താണ് ഷീസ് വിത്ത് ഹെർ മദർ, അവരുടെ ഉമ്മാൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നീ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, എന്താണ് നീ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഫർവ ബിൻ നൗഫൽ അവരുടെ റളിയല്ലാഹുവിൻ്റെ ഉപ്പ പറയാണ്, ടീച്ച് മീ സംതിങ് ടു സേ വെൻ ഐ ഗോ ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ച് തായോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് എന്താണ്, നീ ഉറങ്ങുന്ന സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത് പാരായണം ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഫുള്ള് പാരായണം ചെയ്തിട്ട് പറഞ്ഞു, എന്താണ് ദെൻ സ്ലീവ് അപ്പോൺ കംപ്ലീറ്റിംഗ് ഇറ്റ് ഫോർ ഇറ്റ് ഈസ് ആൻ ആൻറ്റിഡോട്ട് ടു പോളിറ്റിസം. അതായത് ഷിർക്കിനെതിരെയുള്ള എന്താണ് ഏറ്റവും വലിയ എന്താണ് സൂറത്താണ്. അതായത് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഷിർക്കിൽ നിന്ന് നമ്മൾ എല്ലാവിധ മൈനറായിട്ടുള്ള അതുപോലെ തന്നെ മേജറായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഷിർക്കിൽ നിന്നും ഈ സൂറത്ത് നമ്മളെ ക്ലീൻ ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി എന്നാണ് ഈ ഒരു ഹദീസിലൂടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇനി മുതൽ രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഒരു സൂറത്ത് എന്തായാലും പാരായണം ചെയ്യണം എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മളോട് തന്നെ എടുക്കുക. നമ്മൾ ടൈംസൊക്കെ നമ്മൾ മറന്നൊക്കെ പോകും, എന്നാലും അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ ചോദിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഈ സൂറത്തിൻ്റെ പ്രധാന തീമുകൾ എന്ന് പറഞ്ഞാൽ ഡിസ് അവോവൽ, അതായത് എന്താണ് സത്യനിഷേധികളിൽ നിന്നും കംപ്ലീറ്റ്ലി നമ്മളെന്താണ് അവരെ ഡിസപ്രൂവ് ചെയ്യണം. അവരുടെ ഒരു കർമ്മങ്ങളും നമ്മളെന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് ഇസ്ലാമിൻ്റെ പ്യൂരിറ്റി, അതായത് ആ ഇഖ്ലാസ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത്. ഒരിക്കലും എന്താണ് നന്മയും തിന്മയും മിക്സപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് നന്മയും കുറച്ച് തിന്മയും അങ്ങനെയൊന്നും ഇസ്ലാമിൽ പറ്റില്ല. കംപ്ലീറ്റ്ലി എന്താണോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് നോൺ മുസ്ലിം അല്ലേ, അതായത് ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം ആ മുസ്ലിമായിട്ടുള്ള റിലേഷൻ എന്നും ഈ ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സൂറത്തും ഇതിനു മുമ്പുള്ള സൂറത്തും തമ്മിലുള്ള കണക്ഷൻ ചെറുതായിട്ടൊന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ഇതിനു മുമ്പുള്ള സൂറത്ത് ഏതാണ്? സൂറ അൽ കൗസർ അല്ലെ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഭയങ്കര എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്തർ എന്ന് വിളിച്ച സമയത്ത്, നമുക്കറിയാം അബൂ ലഹബ് വിളിച്ച സമയത്ത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് മക്കളൊക്കെ എന്താണ് മരിച്ചു പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു സൂറയായിരുന്നു സൂറ അൽ കൗസർ. ഓക്കെ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഏറ്റവും വലിയ ജനറസ് ആയിട്ടുള്ള ഗിഫ്റ്റ്, അതുപോലെ തന്നെ ഹൗദുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതാണ് എന്നുമുള്ളൊരു സന്തോഷ വാർത്ത കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സൂറത്തിൽ അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതൊക്കെ അള്ളാഹു നൽകുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ എന്താണ് അള്ളാഹുവിൽ നമ്മൾ അള്ളാഹു നന്ദി കാണിക്കണം അല്ലേ, അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണ് പറയുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? പ്രാർത്ഥിച്ചിട്ടും, അതായത് നമസ്കരിച്ചിട്ടും, അതുപോലെ തന്നെ എന്താണ് സാക്രിഫൈസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ ബലി നൽകിയിട്ടൊക്കെ. അപ്പം എന്താണ് സൂറത്തുൽ കാഫിറൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്, അതായത് നമ്മളെങ്ങനെയാണ് നമസ്കരിക്കുന്നത്, ഫസ്വല്ലി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നമസ്കാരം എങ്ങനെ ആയിരിക്കണം? കംപ്ലീറ്റ്ലി എന്താണ് പറയുക, തൗഹീദ് മാത്രമായിരിക്കണം. തൗഹീദുള്ളത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. സൂറത്തുൽ കാഫിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ ഒരു ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള അൽ കാഫിറൂൺ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുകയും എന്താണ് നമ്മളുടെ നിലപാട്, നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഈ സത്യനിഷേധികൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുമ്പോഴും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ കാഫിറൂനിൽ കുഫറിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് കാഫിറായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൂറത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസർ ഒരു ഗിഫ്റ്റായിട്ടും, അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ആയിരിക്കണം, എന്താണ് നിന്നെ എന്താണ് കളിയാക്കിയവരടുത്ത് നീ ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം ബത്തറ മുഹമ്മദ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സത്യനിഷേധികൾ, ശത്രുക്കൾ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമായിട്ട് സൂറത്തുൽ കൗസർ നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലൂടെ പറയുന്നത് എന്താണ്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തീർച്ചയായിട്ടും നിന്റെ ശത്രുക്കൾ തന്നെയാണെന്ത് അബ്തറായിട്ടുള്ളത്, അല്ലെങ്കിൽ വേററ്റവൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് വിളിച്ച് പറയാണ്, കുൽ നീ പറയുക, എന്താണ് യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ സത്യനിഷേധികളെ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ അബ്തർ എന്ന് വിളിക്കുന്നുണ്ട്, വേററ്റവെന്ന് വിളിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ക്വാളിറ്റിനെയും ബാധിക്കുന്നില്ല. നബിയുടെ മക്കൾ മരിച്ചു, അതുകൊണ്ട് എന്താണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം അല്ലല്ലോ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള കാര്യവുമില്ല. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു തെറ്റോ കുറ്റോ ക്രൈമോ ഒന്നുമല്ല. അത് ആൻഡ് ഓൾസോ ഓപ്പോസിറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അബദ്ധരായിട്ടില്ല അല്ലേ. നമുക്കറിയാം ലോകാവസാനം വരെയുള്ള ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുമാത്രമല്ല, ഈ അബ്തർ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ എന്തായി, അവർ തന്നെ അബ്തറായി മാറുകയും ചെയ്തു. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ആയത്ത് പുലരുകയും ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ സൂറത്തുൽ കാഫിറൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഡയറക്റ്റ് മുഖത്തടിച്ച് പറയാണ്, യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിക്കുമ്പം കാഫിർ എന്നുള്ളത് അവരുടെ സത്യനിഷേധം എന്നുള്ള സ്വഭാവത്തിനെ കാണിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അവരെന്തോന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ്. കാഫിറിൻ്റെ എന്താണ് അർത്ഥം? കഫറ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. കഫറ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കുക. അപ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ അവർ സത്യത്തിനെ ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ബാഡ് ക്വാളിറ്റിനെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ, അള്ളാഹുവിൻ്റെ ഹബീബായിട്ടുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഖലീലായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് സത്യനിഷേധികൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ സപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിക്കൊണ്ട് അള്ളാഹു ഡയറക്റ്റ്ലി എന്താണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുകയാണ് ഈ ഒരു സൂറത്തിലൂടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനിൽ ഷാനിഅക് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ആ വേഴ്സ്റ്റ് എനിമി ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കാഫിറൂനിലൂടെ പറയാം. അതായത് ഇന്ന ഷാനിഅക്, നിന്റെ ശത്രു തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ ഷാനിഅക്, നിന്റെ ശത്രു ആരാണ്? അവരാണ് അൽ കാഫിറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥാർത്ഥത്തിൽ അഗെയിൻ എന്താണ് മോർ കംഫർട്ടിങ് ആണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് എന്താണ് അവരെ എന്താണ് പറയുക, ക്രിട്ടിസൈസ് ചെയ്ത് അവരുടെ ആ ഒരു കുറ്റം അതിന് ബ്ലെയിം വൂർത്തിയാണ്, അവർ എന്താണ് ഈ ഒരു കുറ്റത്തിന് അർഹരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിലൂടെ കാണിക്കുകയും ചെയ്തു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ഇനി അടുത്തതായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് ഈ സൂറത്തിലൂടെ ഷാനിയക്ക് ആരാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അൽ കാഫിറൂൻ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല വൈഡ് എന്താണ് റേഞ്ച് ഓഫ് ആളുകളല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ ഒരു ഇസ്മിലാണ്, അല്ലെങ്കിൽ ഒരു നാമത്തിലാണ്. ഈ നാമം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല അല്ലെ. നമ്മൾ ഒരു ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ആ ടൈറ്റിലൊന്നും അതേയിട്ട് നിൽക്കും, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു ക്രിയ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പറയാൻ, നടക്കുന്നു, പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ എന്താണ് ഈ ഒരു സൂറത്ത് ഇറക്കുന്നത് നമുക്കറിയാം 10 വർഷങ്ങൾക്ക്, നുബുവത്തിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. എത്രയോ കാലങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീന് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും എല്ലാ പ്രയാസങ്ങളും സഹിച്ചിട്ടും ഇവർക്ക് യാതൊരു മാറ്റം കാണുന്നില്ല എന്നുള്ളപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഇവർ കാഫിറൂനാണ്. എത്ര വർഷങ്ങളോളം ഇനി നീ എന്താണ് അവർക്ക് എന്താണ് ഇത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവർ എന്താണ് ആ ഒരു എന്താണ് സത്യത്തിന് അവർ കംപ്ലീറ്റ്ലി ഒളിപ്പിച്ച് വെച്ചവരാണ്. അതിന് ഇനി യാതൊരു മാറ്റവും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. എന്നാൽ സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരാളുടെയും മുഖത്ത് നോക്കിയിട്ട് കാഫിർ എന്നൊന്നും വിളിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എന്താണ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടാണ്. ഈവൻ സത്യനിഷേധികളോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സോഫ്റ്റാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ ഇവിടെ അള്ളാഹു കമാൻഡ് ചെയ്യണം, അതായത് നീ ഒരുപാട് പ്രാവശ്യം ഇവരുടെ അടുത്ത് നല്ല സോഫ്റ്റായിട്ട് നീ ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് പറയുക, അവരിനി ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ഇവിടെ എന്താണ് ഈ ഒരു കാഫിറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ സമയത്ത് സത്യം പറഞ്ഞാൽ മുസ്ലിമിനെക്കാളും ശക്തരായിരുന്നു. എന്താണ് സംഘബലത്തിലായാലും അതുപോലെ തന്നെ അവരുടെ കായിക എല്ലാ മറ്റേ എന്താണ് ആയുധബലത്തിലായാലും ഒക്കെ ഇവർ ഒരു ഹൈ പൊസിഷനിലാണ്, ഇവരൊരു പൊളിറ്റിക്കൽ പവറിലാണ് നിൽക്കുന്നത്, സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾ മരിച്ചാൽ എന്തായാലും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ അവർ വിചാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇനി എന്താണ് റസൂലിനെ എന്ത് വിളിച്ചാലും റസൂലിനൊന്നും പറയാനുള്ള സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവർ സ്വന്തമായിട്ട് അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ ആ ഒരു കോംപ്രമൈസ് തന്നെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണ് ഇതിനെങ്കിലും സമ്മതിച്ചേക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ് അവർ അങ്ങനെ ചെയ്തത്. പക്ഷെ സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ഇവിടെ ഡയറക്റ്റ്ലി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു എന്താണ് പ്രൊട്ടക്ഷനായിട്ട് വരികയാണ്. എന്താണ് നീ അവരെ മുന്നിൽ പോയിട്ട് നീ പറയേ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ എന്ന് വിളിച്ച് നീ പറയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് മറ്റ് രണ്ട് സൂറത്തും, അതായത് സൂറത്തുൽ കൗസറും സൂറത്തുൽ കാഫിറും തമ്മിലുള്ള കണക്ഷന്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സോഫ്റ്റായിട്ട് സംസാരിക്കാതിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് അത് അള്ളാഹു പറഞ്ഞതാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ്റെ ഒരു ട്രിക്കാണ്. അതായത് നീ ഒന്ന് കുറച്ച് സോഫ്റ്റായി കൊടുത്താൽ മതി, എന്താണ് എന്നാൽ പിന്നെ എന്താണ് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ ഷെയ്ത്താൻ പറയും. മുഴുവനായിട്ടൊന്നും നീ മാറൊന്നും വേണ്ട, ഒരിത്തിരി അല്ല, അതൊന്നും വലിയ പ്രശ്നമല്ല, അതൊക്കെ അള്ളാഹ്ക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ത്താൻ്റെ ഒരു ട്രിക്കാണിത്. നമ്മളുടെ മനസ്സിലിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് തോട്ട് പോലെ ഈ ഒരു കാര്യം ഉള്ളത്. അതായത് എന്താണ് അത് വലിയ തെറ്റല്ല, ഒന്നൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ എന്താ പ്രശ്നം അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അതിനുള്ള മറുപടി കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്ത്. നമുക്കറിയാം സൂറത്തുൽ ബഖറയിൽ 208 ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്താൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ അല്ലാഹുവിനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം, കുറച്ചായിട്ടെന്നല്ല, പൂർണ്ണമായിട്ടും ഇസ്ലാമിൽ പ്രവേശിക്കണം. അത് തന്നെയാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്. അതിനൊരു ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡാം നമുക്കറിയാം, വെള്ളം കെട്ടി നിർത്തുന്നതാണ് ഡാം. ആ ഡാം നമുക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവനായിട്ടും പണിയെടുക്കൊന്നും വേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ക്രാക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ആ ക്രാക്കിലൂടെ വെള്ളം പോയി അത് അങ്ങോട്ട് കംപ്ലീറ്റ്ലി തകരും. അതാണ് ഷെയ്ത്താൻ്റെ ട്രിക്ക്. നമ്മൾ ഷെയ്ത്താൻ എന്താണ് മെല്ലെ മെല്ലെ നമ്മൾക്ക് ചെറുതായിട്ട് നമ്മളുടെ ഈമാനിൽ ക്രാക്ക് ഉണ്ടാക്കുകയാണ്. പിന്നെ എന്താണ് ആ ക്രാക്കിലൂടെ എല്ലാ ശിർക്കുകളും കയറിയിട്ട് കംപ്ലീറ്റ്ലി ഈമാൻ തകർന്നു പോകും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ
അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു എന്താണ് നമുക്ക് വിഷ്വലൈസേഷനാണ്. അതായത് ഇസ്ലാമിലേക്ക് കുറേ ശിർക്കുകൾ മിക്സ് ആക്കാം. നമുക്കറിയാം ഓണം, ക്രിസ്മസ് ഇതൊക്കെ അതിനുള്ള ഉദാഹരണമാണ് അല്ലേ. അതൊക്കെ എന്താ പ്രശ്നം, അത് നമ്മൾ അവരായിട്ട് സൗഹാർദ്ദം കാണിക്കല്ലേ എന്നുള്ള രീതിയിൽ പലരും അങ്ങനെ ചിന്തിച്ചിട്ട് യഥാർത്ഥത്തിൽ അത് നമുക്ക് പറ്റാത്ത കാര്യം ആണെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ച് അതിനെ വളച്ചൊടിച്ച് എന്താണ് അതിനെ എന്താ പറയുക ഇസ്ലാമീകരിച്ചൊക്കെ എന്താണ് ആളുകൾ അവസാനം അതിലേക്ക് പോകുന്നുണ്ട്. അവസാനം അവരുടെ എൻഡിങ് ഒക്കെ തീർച്ചയായിട്ടും അല്ലാഹു അലം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഷെയ്ത്താൻ്റെ വലിയൊരു ട്രിക്ക് മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ കൗസറിലൂടെ വലിയൊരു ഗിഫ്റ്റ് നൽകി. എന്നിട്ട് പറയാണ് എന്താണ് നിങ്ങൾ നൽകിയിട്ടുള്ള എന്താണ് ഓഫറിനേക്കാളൊക്കെ വലിയ ഓഫർ ഓൾറെഡി ഞാൻ നൽകിയിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കംഫർട്ട് ചെയ്യാണ് അല്ലേ. അവർ ഒരുപാട് ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗദുൽ കൗസർ എന്നുള്ള ഓഫർ നൽകി. അങ്ങനെ അവരവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അബദ്ധറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇതിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്തു. എന്താണ് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഡയറക്റ്റ്ലി അവരുടെ അടുത്ത് പറയണം. യാ അയ്യുഹൽ കാഫിറൂൻ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നീ ആരെയും പേടിക്കേണ്ടതില്ല, നീ ഡയറക്റ്റ്ലി അവരുടെ ഫേസിൽ പോയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഡയറക്റ്റ്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂട്ടാവുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്കിനി ആയത്തിലേക്ക് കിടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക. ഖാഫ് വാവ് ലാം എന്നുള്ളതാണ് റൂട്ട് ലെറ്റർ. ഖൗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖാല യഖൂലും ഒക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ. യാ അയ്യുഹ, യാ എന്ന് പറഞ്ഞാൽ ഹർഫിൻ്റെ, അതായത് നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അയ്യുഹ അതിൻ്റെത് ഹംസ യാ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അൽ കാഫിറൂൻ. അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ. അപ്പോൾ കാഫറ എന്നുള്ളതാണ് റൂട്ട് ലെറ്റർ. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പറയുക, നീ പറയുക, അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ അല്ലെങ്കിൽ ഹേ സത്യനിഷേധികളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കൂൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറൂൻ എന്ന് പറഞ്ഞത്. അവർ യഥാർത്ഥത്തിൽ മുശ്രിക്കൂനായിരുന്നു, അവർ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ മുശ്രിക്കൂൻ എന്ന് പറയാണ്ട് കാഫിറൂൻ എന്ന് പറഞ്ഞാൽ? അതായത് ഈ കുഫാറുകളെ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കര എന്താണ് വിഷമത്തിലാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നബി കേട്ടോളും, എന്തെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്താൽ മതി. ഒരു എന്താണ് സത്യം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അതായത് ദീന് പറയുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ദീനെ പ്രസൻറ്റ് ചെയ്യണം അല്ലേ. അതായത് ദീന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ദീൻ എന്നുള്ളത്. അത് സ്വീകരിക്കണോ എന്താണ് അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് അത് കേൾക്കുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവർ അത് വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരു കോംപ്രമൈസിന് പോയാൽ ഇവരുടെ എന്താണ് ദീൻ നമുക്ക് ആക്സെപ്റ്റും ചെയ്യാം, നമുക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അങ്ങനെ ഡെസ്പറേറ്റ് ആകാനൊന്നും പോകണ്ട, നീ ഡയറക്റ്റ്ലി ക്ലിയർ ആക്കുക, നിങ്ങൾ കാഫിറൂനുകൾ തന്നെയാണ്, അതായത് നിങ്ങൾ സത്യനിഷേധികൾ തന്നെയാണ്, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ് നിങ്ങൾ. എന്തായാലും ഇനി എന്താണ് ഈ ഒരു ദീനിലേക്ക് വരാൻ പോകുന്ന ആളുകളല്ല എന്നുള്ള രീതിയിൽ അള്ളാഹു എന്താണ് മുഖത്തടിച്ച് പറയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നമുക്കറിയാം ഇതൊരു സാധാ ഒരു മനുഷ്യൻ വന്നിട്ടൊന്നല്ല എന്താണ് ഈ ആളുകളുടെ അടുത്ത് വന്നിട്ട് ദീന് പറയുന്നത്. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദീന് എത്തിക്കുമ്പം ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും അല്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ എന്താണ് വ്യൂ പോയിന്റിലൊക്കെ ആയിരിക്കും ആളുകളിലേക്ക് ദീൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നും ഡയറക്റ്റായിട്ട് സന്ദേശങ്ങൾ ലഭിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ അദ്ദേഹം ആണെന്ത് ഇവർക്ക് ഇത്രയും വർഷങ്ങളോളം ദീന് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരണം, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരൊരു പൊടിക്ക് പോലും അതിലേക്ക് അടുക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അത്രയും വിഷമമാണെന്നുള്ളതിലാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ ആയിട്ടുള്ള നീ ഇവരുടെ അടുത്ത് എത്തിയിട്ടും അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, അവർ കാഫിറൂൻ തന്നെയാണ് എന്നുള്ളതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ
കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ഷിർക്ക്, ഏറ്റവും വലിയ തിന്മ, ഇന്ന ഷിർക്കല്ല ഗുൽമ് എന്താണ്, ഏറ്റവും വലിയ ഗുൽമാണ് നമ്മൾ ഷിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ഉപയോഗിക്കാണ്ട് കഫർ ഉപയോഗിച്ചത്. ഇത്രയും കാലം അവരെന്താ ചെയ്ത് ഷിർക്ക് ചെയ്യുകയാണ്. ഷിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യം പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്നുള്ളത് അവർ എന്താണ് മറച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ കാഫിർ എന്ന് വിളിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. സത്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ആ ഒരു സത്യമുണ്ട്. അപ്പോൾ ആ സത്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു നിഅമത്തിനെ അവർ മറച്ചു വെച്ചുകൊണ്ട് എന്താണ് അവർ അള്ളാഹ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ് ഹലാല ഇല്ലാ ബില്ലാഹ്. അതുപോലെ ഇവിടെ അവർ സത്യം പറഞ്ഞാൽ അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരുന്നു അല്ലേ. ഖുറൈശി ഗോത്രം എന്ന് പറഞ്ഞാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രമായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന കൂടെയാണ് ഇവർ. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഒരു നാടിനെ നീ എന്താണ് ഏറ്റവും സമാധാനമുള്ള നാടാക്കി കൊടുക്കണമേ, അവർക്ക് എല്ലാ വിധത്തിലുള്ള എന്താണ് പഴങ്ങളും പച്ചക്കറികളൊക്കെ നീ എത്തിച്ചു കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അബ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആന എന്താണ് ആനക്കൂട്ടത്തിൽ നിന്നല്ലേ, ആനത്തിൻ്റെ പട്ടാളത്തിൽ നിന്നും അവർ അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല റഹ്ലത്തുൽ ശിതാഇ വസ്സൈഫ്, അതായത് ഈലാഫ് നൽകിയിട്ടുണ്ട്, അവർക്ക് സേഫ്റ്റി നൽകിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് കച്ചവടം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അവസാന ലോകത്തിൻ്റെ നേതാവായിട്ടുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയും ഒക്കെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടും അതിനൊക്കെ അവർ മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് അൽ കാഫിറൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേകം എന്താണ് ഒരു കാറ്റഗറിനെ ഉദ്ദേശിക്കുന്ന ഒരർത്ഥമാണ്. അൽ എന്ന് പറഞ്ഞാൽ ദ ഡിസ്ബിലീവേഴ്സ് എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എപ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ശത്രുത കാണിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ലോസ് ഫ്രണ്ട് പോലെ തന്നെ ആക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളും ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ അടുത്ത് ആരും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ചാലും വി ഹാവ് ടു ടോക്ക് ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് എത്ര എൻമിറ്റി കാണിച്ചാലും നമ്മൾ അവരുടെ അടുത്തൊരു ക്ലോസ് ഫ്രണ്ടായിട്ട് നമ്മൾ ഡീൽ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ ഒരു ഖുൽ എന്നുള്ളൊരു വാക്കിൽ തന്നെ ഒരുപാട് അർത്ഥമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല സംസാരിക്കുന്നത്, അള്ളാഹുവിൻ്റെ മെസ്സേജ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അല്ലേ, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുന്നുള്ള ഹിക്മത്ത് മാത്രമാണത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അൽ കാഫിറൂൻ, അതായത് ഇവിടെ മഖ്സൂസു എന്ന് പറഞ്ഞിട്ട് പറയും. അതായത് ഈ ഒരു ആയത്ത് സ്പെഷ്യലാണ്. സ്പെഷ്യൽ കുഫാറുകളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ കാഫിറുകളെയും അല്ലെങ്കിൽ എല്ലാ സത്യനിഷേധികളെയും ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു പാഠമാണ്, നമ്മൾ ആരെയും കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല. നമുക്കറിയില്ല കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒളിപ്പിച്ചു വെക്കുന്നവൻ എന്നാണ്. ഒളിപ്പിച്ചു വെക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ് അല്ലേ. ഈമാൻ ഹൃദയത്തിലാണ് അവർ ഒളിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ ഒരാളെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇയാൾ എന്താണ് കാഫിറാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസണാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈവൻ മുസ്ലിംസിനെ വരെ കാഫിറാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നും കൂടെ ഈ ഒരു ആയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹുവിന് മാത്രമാണ് അതിനുള്ളൊരു അധികാരമുള്ളൂ. ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ അല്ല ഇവിടെ അൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ് അൽ കാഫിർ എന്നുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കതുകൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാനുള്ള ഒരു അധികാരമില്ല, ആരെയും നമുക്ക് കാഫിർ എന്ന് വിളിക്കാനുള്ള ഒരു അധികാരവും ഇല്ല എന്നൊരു ഈ ഒരു ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ആയത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു കുഫാറുകൾക്ക് ഭയങ്കര വലിയൊരു തിരിച്ചടിയായിരുന്നു. അവർക്ക് എന്താണ് ഒരു ഇൻസൾട്ട് തന്നെയായിരുന്നു. അവരെ മുഖത്ത് നോക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾ കാഫിറുകളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻസൾട്ട്
ലൈക്ക് അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കൂടെ പറ്റില്ല. കാരണം അവർ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യഥാർത്ഥത്തിൽ അതൊരു അവാർഡാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും സ്റ്റേൺ ആയിട്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു അഭിമാനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം അൽ അമീനാണ്. ഇപ്പം ഒരു സത്യം പറഞ്ഞ ഒരാൾ നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലും നമുക്കറിയാം ഇയാൾ സത്യം മാത്രമേ പറയുള്ളൂ. അയാൾ നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര അഫൻഡഡ് ആകും അല്ലേ. എനിക്ക് ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ അവരാ പറഞ്ഞിട്ടുണ്ടാകുക. അല്ല, നേരെ മറിച്ച് ഇപ്പോൾ എപ്പോഴും നുണയൊക്കെ പറഞ്ഞാൽ തമാശക്കുന്ന കളിയാക്കുന്ന ആളുകളെങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്കത് വല്ലാണ്ട് കൊള്ളൂല. ഇവിടെ സത്യനിഷേധികൾക്ക് കൊണ്ടു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമല്ലാതെ മറ്റൊന്നും പറയാറില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സത്യം നിഷേധിക്കുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകും അവരുടെ മനസ്സിൽ ആ ഒരു ഭീകരത അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞല്ലോ അവരെ കുറിച്ചിട്ടുള്ളത്. അവർ എല്ലാവരും ഒന്നടക്കം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, സത്യം മാത്രം പറയുന്നവനാണ്, അൽ അമീനാണെന്നുള്ളത്. അങ്ങനെയുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ അത് അവർക്ക് ഏറ്റവും വലിയൊരു ഇൻസൾട്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതോടുകൂടി അവരിലേക്കുള്ള ഡോർ ഓഫ് ദഅവ സത്യം പറഞ്ഞാൽ അവിടെ ഇല്ലാണ്ടായി പോവാണ്. ഇനി അവരടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവ ചെയ്യേണ്ടതില്ല എന്നൊരു കാര്യം കൂടെയാണ്. പക്ഷെ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷം ദീന് എത്തിച്ചു കൊടുത്ത ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവരിലേക്ക് എത്തിക്കുന്നത്. കാരണം അവർക്ക് അള്ളാഹുവിനറിയാം ഇവരുടെ ഹൃദയത്തിലേക്ക് ഇനി ഒരു നന്മയും പ്രവേശിക്കുകയില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഹൃദയം സീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹുവിനറിയാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് അയ്യുഹ എന്നുള്ളത്, ഈ അയ്യുഹ എന്ന് പറയുമ്പോൾ ഒരു ഫോർമാലിറ്റിയും ഒരു ഡിസ്റ്റൻസും ഒക്കെ കാണിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ യാ ബുനയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇഷ്ടത്തോടു കൂടി പറയുന്നൊരു വാക്കാണ്. അല്ലെങ്കിൽ യാ അബി അല്ലെങ്കിൽ യാ അബാഹം എന്നൊക്കെ പറയുമ്പം നമ്മളത് ഇഷ്ടത്തോടു കൂടി പറയുന്നത്. പക്ഷെ യാ പിന്നെ അയ്യുഹ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ഫോർമലായിട്ട് നമുക്കറിയാം, നമ്മളുടെ വീട്ടിലെ ആളുകളുടെ അടുത്തും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഒരു ഫോർമാലിറ്റിയും ഒക്കെ എത്ര വ്യത്യാസം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഫോർമാലിറ്റിയും ഒരു ഡിസ്റ്റൻസും ഈ ഒരു ആയത്ത് കാണിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ 3 വാക്കുകളും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഈ 3 വാക്കുകളും സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സെപ്പറേഷൻ കാണിക്കുന്നുണ്ട്. ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയുന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, നീ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ അടുത്ത് ഫേസിൽ നോക്കി പറയാ. അയ്യുഹ അതും എഗെയിൻ ഫോർമാലിറ്റി കാണിക്കുന്നുണ്ട്. കാഫിറൂൻ അതും എഗെയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സെപ്പറേറ്റ്, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള, അതായത് സത്യം നിഷേധിക്കുന്ന ആളുകൾ, സത്യത്തിനെ മറച്ചു വെക്കുന്ന ആളുകൾ, നന്ദിയോട് കാണിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ഉമ്മത്തുകളെ മറച്ചു വെക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ഈമാനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുഅ്മിൻ എന്നുള്ള ആളുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണ് കാഫിർ ആയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദേഷ്യം ഈ ഒരു കാഫിറൂൻ, യാ അയ്യുഹൽ കാഫിറൂൻ എന്ന വിളിയിലൂടെ തന്നെ പ്രത്യക്ഷമാകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ കുഫ്രിൻ്റെ ഒരു ചെറിയൊരു കണിക പോലും ഇല്ലാതിരിക്കട്ടെ. ഷിർക്കിൽ നിന്നും, എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഷിർക്കിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹക്ക് ഹക്കായിട്ടും ബാത്തിലായിട്ടും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇവിടെ നമുക്ക് കുറേ വാക്കർത്ഥങ്ങളൊന്നും പഠിക്കാനില്ല. അഅ്ബുദ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നു. അത് അബദ എന്നുള്ളതാണ്. ഐൻ ദാലാണ് റൂട്ട് ലെറ്റർ. മാ തഅ്ബുദൂൻ, മാ എന്ന് പറഞ്ഞാൽ എന്താണോ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഇത് ഇവിടെ പ്രസന്റ് ടെൻസ് ആയിട്ടാണ് പറഞ്ഞത്. അഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നു, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല. മാ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് എന്നുള്ള അർത്ഥമാണ്. തഅ്ബുദ് എന്ന് പറഞ്ഞാൽ നീ ഒരാൾ ആരാധിക്കുന്നു, തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നു. അതായത് മാ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ. ഇവിടെ നമ്മൾ അബദ് അല്ലെങ്കിൽ ഇബാദ് എന്നൊക്കെ പറയുമ്പോൾ
നമുക്കൊരു കാര്യം മനസ്സിലാക്കാണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാക്കിലുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അടിമയാകുക അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ എന്താ പറയുക, അള്ളാഹുലേക്കുള്ള അനുസരണമാണ് ഒന്നാമതായിട്ട് കാണിക്കുന്നത്. അതായത് ഒബീഡിയൻസ് ടു അള്ളാഹ്, നമ്മൾ അള്ളാഹുവിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. അതായത് അള്ളാഹു എന്താണോ പറഞ്ഞത് അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകുക. അതായത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ആരെയും അനുസരിക്കരുത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും എന്താണ് ആ പ്രയോറിറ്റി നമ്മൾ തന്നെ മാറ്റിമറിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ഇച്ഛകൾക്ക് ചില സമയത്ത് നമ്മളെന്താണ് അള്ളാഹുവിനേക്കാൾ നമ്മുടെ ഇച്ഛകൾക്ക് മുൻഗണന കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ലാ അബുദു, ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി അള്ളാഹുവിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ അനുസരിക്കുന്നവൻ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എന്താണ്, സ്നേഹം. ഏറ്റവും കൂടുതൽ എനിക്ക് എന്താണ് ഹുബ് അള്ളാഹുവിനോട്, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലേ, അതായത് വിശ്വസിക്കുന്നവർക്ക് എന്താണ് അള്ളാഹുവിനോട് കഠിനമായിട്ടുള്ള സ്നേഹമായിരിക്കും. അതാണ് രണ്ടാമത്തെ അർത്ഥമായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് തവക്കുൽ, അതായത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലൈഫിൽ എന്ത് കൊണ്ടുവന്നാലും അത് എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഞാൻ കംപ്ലീറ്റ്ലി ഈ ഒരു വിധിയിൽ ഞാൻ അള്ളാഹുവിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരർത്ഥമാണ് എന്താണ് മറ്റൊന്നായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും അള്ളാഹുവിനെ എപ്പോഴും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് അള്ളാഹുൽ തവക്കൽ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു നമുക്കത് എളുപ്പമാക്കി തരും. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും അല്ലേ, അള്ളാഹു നമുക്കത് ലൈറ്റാക്കി തരും, എളുപ്പമാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാലാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇഖ്ലാസാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ എല്ലാം വെറുതെ പോയി. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ പ്രവർത്തികൾ കംപ്ലീറ്റ്ലി അള്ളാഹുവിന് മാത്രം ആയിരിക്കണം. അതാണ് ഈ ഒരു എന്താണ് പറയുക ഇബാദത്തിൻ്റെ മറ്റൊരു അർത്ഥം. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുകയാണ്, അതായത് നമ്മൾ എന്താ പറയുക ചാരിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ടാക്സിൻ്റെ ഒരു എമൗണ്ടും കൂടെ കുറക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാരിറ്റി കൊടുക്കുമ്പോൾ എന്തായി, നമ്മളുടെ നീയത്ത് രണ്ടെണ്ണമായിപ്പോയി. അപ്പോൾ രണ്ട് നീയത്ത് ഉണ്ടാകുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നമ്മളെ നീയത്തുകൾ എപ്പോഴും ഇഖ്ലാസോട് കൂടിയിട്ടുള്ള അള്ളാഹുവിന് മാത്രമായിട്ടുള്ള, അതായത് അള്ളാഹുവിന് മാത്രം എനിക്ക് എന്താണ് ഒരുപാട് പ്രതിഫലം ലഭിക്കണം എന്നുള്ള നീയത്താണ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമുക്ക് നല്ല നീയത്തായിരിക്കും. പിന്നെ ഗ്രാജുവലി എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നിങ്ങനെ മാറിയിട്ട് എന്താ പറയുക സ്വന്തത്തിലേക്ക് നമ്മൾ ദാവ ചെയ്യുന്ന പോലെയൊക്കെ ആയി പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ചും ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇഖ്ലാസ് നൽകട്ടെ. എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമുക്ക് ആർക്കും അറിയില്ല നമ്മളുടെ ഏതൊക്കെ കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. നമ്മൾ ഏറ്റവും ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കർമ്മങ്ങളൊക്കെ ചിലപ്പം ധൂളികളായിട്ട് പോകാനും സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഖ്ലാസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളത് സുബ്ഹാനഹു. അതുകൊണ്ട് ഇഖ്ലാസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 4 പോയിന്റ് പറഞ്ഞു. ഒന്ന് അള്ളാഹുവിലേക്കുള്ള ഒബീഡിയൻസ്, അള്ളാഹുവിനുള്ള ഇഷ്ടം, തവക്കൽ, പിന്നെ അതുപോലെ തന്നെ ഇഖ്ലാസ്. ഇനി അടുത്തതായിട്ട് ഇബാദത്ത് ഉബൂദിയ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമുക്കറിയാം സ്ലേവറി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരടിമത്തമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആരാധനയുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താണ് വാക്കുപയോഗിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ എന്താണ് അബ്ദാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. ഒന്ന് എന്താണ് ഉബൂദിയ, അതായത് അടിമത്തം, പിന്നെ മറ്റൊന്നത് ഇബാദത്ത്, ആരാധന. അപ്പോൾ ഈ 2 വാക്കുകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഗ്‌രിബ് നമസ്കരിക്കുമ്പോൾ നമ്മളെന്താണ് അവിടെ ഒരു ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. പക്ഷേ മഗ്‌രിബ് മുതൽ ഇശാ വരെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളെന്താണ് അള്ളാഹുവിൻ്റെ അബ്ദാണ്. ഈ ഒരു കാര്യം, അതായത് നമ്മൾ കംപ്ലീറ്റ് അള്ളാഹുവിൻ്റെ അബ്ദാണെന്ന് പറയുമ്പോൾ നമുക്ക്
ഈ ലോകം വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഈ ഒരു ഭൗതിക സെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ആരുടെങ്കിലും ഒരു അടിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലേക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അള്ളാഹുവിൻ്റെ അബിതാകുമ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ എവിടെ പോയാലും വലില്ലാഹി മഷ്രിഖ് വൽ മഗ്രിബ് അല്ലേ, എല്ലാ ഭാഗവും അള്ളാഹുൻ്റെതാണ്, എല്ലാ ഭാഗങ്ങളും എന്താണ് അള്ളാഹുൻ്റെതാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്കൊരിക്കലും അള്ളാഹുവിൻ്റെ ആ ഒരു പിടുത്തത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുൻ്റെ അബ്ദ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ എന്താണ് അടിമയാണ്, അതുപോലെ തന്നെ ആ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവളാണ് ഞാൻ എന്നവൾ മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹു എങ്ങനെയാണോ നമ്മളെ അടുത്ത് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇബാദത്ത് ചെയ്യണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അള്ളാഹു അല്ലാത്ത ആരെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴും അവിടെയൊക്കെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അവിടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. ഒരു ബോസും സ്റ്റാഫാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി എക്സ്ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ മക്കളും ഉമ്മമാരും പാരൻസ് ആകുമ്പോഴൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലുള്ള ജനങ്ങളും തമ്മിലൊരു കോംപ്രമൈസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷനിലൂടെയാണ്. പക്ഷെ അള്ളാഹു സത്യം പറഞ്ഞാൽ അതിനൊക്കെ എബോവാണ്. അള്ളാഹുവിന് അങ്ങനെ ഒരു ടേംസും കണ്ടീഷൻസും ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഞാനിങ്ങനെ ചെയ്യും, അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് കുറേ കമാൻഡ്സ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യണം, നോ കോംപ്രമൈസ്. നിങ്ങളത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് യാതൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനുഷ്യരിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല രീതിയിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുഫാറുകൾ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ കാഫിർ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ ഇബാദത്ത് ചെയ്യണം അല്ലേ. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ അവരണ്ട് വെക്കും, എന്നിട്ട് അവരങ്ങോട്ട് ഇബാദത്ത് ചെയ്യും. പക്ഷെ അള്ളാഹുവിൻ്റെ കണ്ണിൽ അത് ആക്സെപ്റ്റബിൾ അല്ല. അള്ളാഹുവിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമാണ് അള്ളാഹു ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ലാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ. അവരെന്താണ് ആരാധിക്കുന്നത്? അവരുടെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള കുറേ നിയമങ്ങളും കുറേ റൂൾസും അല്ലെങ്കിൽ ടേംസും കണ്ടീഷൻസും ഒക്കെ വെച്ചിട്ട് അവരാണ് ഇബാദത്ത് ചെയ്യണം. നിങ്ങളെന്താണോ ആരാധിച്ചു വരുന്നതിനെ അതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് എത്തിക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അവർ കംപ്ലീറ്റ്ലി റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ അവർ കളവാക്കിയിട്ടുണ്ട് അല്ലേ, അതിന് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെന്താണോ ആരാധിക്കുന്നത് അതിനോട് ഞാൻ ഒരു കീഴ്വണക്കവും കാണിക്കുന്നില്ല, അതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അടിമയാകാൻ ഞാൻ പോകുന്നില്ല, അതുപോലെ തന്നെ അതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലാ അഅ്ബുദ്. രണ്ടർത്ഥമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൻ്റെ അടിമയുമല്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവനും അല്ല എന്നുള്ള രണ്ടർത്ഥമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും മനസ്സിലാക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും നിഷേധിച്ചിട്ടുണ്ട്. അതായത് ആരാധിക്കുന്നില്ല, അടിമയാകുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ നമ്മളടുത്ത് വീണ്ടും ചോദിക്കണം കേട്ടോ. അതായത് നമ്മളുടെ ദേഹേച്ഛകൾക്ക് നമ്മൾ നമ്മളതിൻ്റെ അബിതായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആഗ്രഹങ്ങളിൽ നമ്മൾ എൻസ്ലൈവ്ഡ് ആകുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. അതുപോലെ തന്നെ ഇവിടെ സത്യനിഷേധികൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തേക്ക് ഭയങ്കര പീസ് മേക്കേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ എന്താണ് അവർ ഫോളോ ചെയ്യുന്നത്? അവരുടെ ദേഹേച്ഛകൾ അവർ ഫോളോ ചെയ്തിട്ട് ഇതാണ് ശരി, ഇതിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു വരുത്താണ്. അപ്പോൾ അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. കംപ്ലീറ്റ്ലി അതിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടു നിൽക്കുന്നു, ഞങ്ങൾ അതിനെ ഒന്നും ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വല എന്ന് പറഞ്ഞാൽ
ആൻഡ് അല്ല, അൻതും നിങ്ങൾ. അപ്പോൾ നിങ്ങളല്ല എന്ത് ആബിദൂൻ ആരാധിക്കുന്നവർ. ആബിദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ, ആബിദൂൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർ. ഓക്കെ, അപ്പോൾ നിങ്ങളും അല്ല ആരാധിക്കുന്നവർ. മാ അഅ്ബുദ് ഞാൻ ആരാധിച്ചു വരുന്നതിന്, ഞാൻ എന്താണ് ആരാധിക്കുന്നത് അതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങളും എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്, ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുമ്പത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങൾ എന്തിനൊക്കെയാണ് ആരാധിക്കുന്നത് അതിനെ ആരാധിക്കുന്നില്ല ഞാൻ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിങ്ങൾ എന്താണ് പറയാ, ഞാൻ എന്തിനെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാധിച്ചു വരുന്നത്, ഇവിടെ ക്രിയയാണ് കേട്ടോ, ഞാൻ ആരാധിച്ചു വരുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ. അവിടെ അവര് ആബിദാണ്. അവര് ആബിദ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നൗണാണ്, ഇസ്മാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ ഇവര് എന്താണ് ഒരിക്കലും ആരാധിക്കുന്നവരല്ല. അതായത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അവർ ഒരിക്കലും ചെയ്തിട്ടില്ല. അവരെപ്പോഴും എന്താണ് അള്ളാഹുവിൻ്റെ കൂടെ പലതിനെയും കൂട്ടിക്കുഴച്ചിട്ട് മാത്രമാണ് ഇത് അവർ ആരാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആബിദ് എന്ന് പറയാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്തിൽ അബ്റമു അംറം ഫഇന്നാ മുബ്രിമൂൻ എന്ന് പറയുന്നുണ്ട്. അബ്റം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് ഈ കല്ലുകൾ എന്താ പറയുക കെട്ടിവെക്കും, ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിവെക്കും, അത് വീണ് പോവാണ്ടിരിക്കാൻ, അത് ലൂസ് ആവാതിരിക്കാനൊക്കെ അങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയിരിക്കും. അതേപോലെയാണ് എന്താണ് സത്യനിഷേധികൾ അവരവരുടെ എന്താണ് കുഫാറായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അവരുടെ കഫറയിൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ കംപ്ലീറ്റ്ലി അതിൽ കമ്മിറ്റഡ് ആണ്. ഒരിക്കൽ പോലും അത് പൊട്ടൂല. അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് എന്തിലാണ് അവർ മുഴുകിയിട്ടുള്ളത് അതിൽ അവർ അത്രയും സ്ട്രോങ് ആയിട്ട് അവർ എന്താണ് മുഴുകിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പറയണത് ഫഇന്നാ മുബ്രിമൂൻ, അതുകൊണ്ട് ഞാനെന്താണ് പെർമനൻ്റ്ലി നിങ്ങളെയും കെട്ടിയിട്ടിട്ടുണ്ട്, നിങ്ങളൊരിക്കലും എന്താണ് അതിൽ നിന്നും രക്ഷപ്പെടുന്നില്ല, നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ബുദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ടായത്തുകളും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തുകൾ ഫ്യൂച്ചറായിട്ടുള്ള കാര്യത്തിനാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ ആരാധിച്ചു വരുന്നതിന്, അതായത് ഇപ്പോഴും ഇനി ഫ്യൂച്ചറിലും നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചു വരുന്നത് അതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, മൂന്നാമത്തെ ആയത്തിലോ അതുപോലെ തന്നെ ഞാൻ എന്താണ് ആരാധിച്ചു വരുന്നതിന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫ്യൂച്ചറിലും ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ഒരിക്കലും ആരാധിക്കാൻ പോകുന്നവരല്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു അഅ്ബുദ് എന്ന് ഇവിടെ പ്രസന്റ് ടെൻസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും എന്താണ് ഷിർക്ക് ചെയ്തിട്ടില്ല അല്ലേ. പാസ്റ്റിലും ഷിർക്ക് ചെയ്തിട്ടില്ല, പ്രസൻറ്റിലും ഷിർക്ക് ചെയ്തിട്ടില്ല. ഇനി ഇത്രയും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് റെവലേഷൻസ് ഒക്കെ കിട്ടിയിട്ട് ഇനിയും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ പോവാണോ, ഞാൻ ഒരിക്കലും എന്താണ് അതിലേക്ക് വരില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ടായത്തുകളിലൂടെയായിട്ട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാലം സത്യം പറഞ്ഞാൽ ഹിദായത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഹിദായത്ത് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഹിദായത്ത് അതിനെ ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഞാൻ ഒരിക്കലും വിട്ടു പോകാൻ നിൽക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയണം. എന്നിട്ട് അടുത്ത ആയത്തിൽ, ഇപ്പോൾ ഈ 2-3 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഫ്യൂച്ചറിൽ അതായത് ഇപ്പോൾ പ്രസൻറ്റും ഫ്യൂച്ചറായിട്ടുള്ള കാര്യമാണ്. ഇനി 4-ാമത്തെ ആയത്തിൽ, അതായത് വല അന ആബിദും മാ അബദ്തും, വല എന്ന് പറഞ്ഞാൽ ആൻഡ് നോട്ട്, അല്ല അന ഞാൻ, ആബിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഞാൻ ആരാധിക്കുന്നവനല്ല, അല്ലെങ്കിൽ എന്താണ് ആബിദല്ല, എന്തിനെ മാ അബദ്തും നിങ്ങൾ ആരാധിച്ചു വന്നതിനെ. ഓക്കെ, അതായത് ഞാൻ ആരാധിക്കുന്നവനല്ല, നിങ്ങൾ ആരാധിച്ചു വന്നതിന്. അതായത് അവർ കാലങ്ങളോളം എന്തിനാണോ ഇബാദത്ത് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണോ അവർ വർഷിപ്പ് ചെയ്തത് അതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല, അല്ലെങ്കിൽ അതിനെ ഞാൻ ഒരിക്കലും ആരാധിക്കാൻ പോകുന്നവനുമല്ല.
വലാ അന ആബിദ്, ലാ അന ആബിദ്, ഒരിക്കലുമല്ല. കാരണം ഇവിടെ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആബിദായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആബിദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അതായത് എന്താണ്, ലാ ആബിദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല, ഒരിക്കലും ഇബാദത്ത് ചെയ്തവനല്ല. മുമ്പും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി ഫ്യൂച്ചറിലും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ആയത്ത് സത്യം പറഞ്ഞാൽ മുമ്പ് നടന്ന കാര്യത്തിനാണ്. അവർ ഇത്രയും കാലം ആരാധിച്ചു പോകുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ആരാധിച്ചവനല്ല എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഹാർഷ് ടോണാണ് വരുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരെ ഹാർഷ് ടോണിലൂടെ സംസാരിക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവർ ഷോക്കായിട്ട് നിൽക്കുകയാണ്, എന്താണ് ഈ കേൾക്കുന്ന രീതിയിൽ. കാരണം അവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വാക്കുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര റെപ്പറ്റേഷൻ വരുന്നുണ്ട് അല്ലേ. എന്താണ് അടുത്ത ആയത് വീണ്ടും റെപ്പറ്റേഷനാണ്. വല അൻതും ആബിദൂന മാ അഅബുദു. അപ്പോൾ ഇവിടെ കുറേ പ്രാവശ്യം നമ്മൾ മാ എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ആരാധിക്കുന്നതിനെ, ഞാൻ ആരാധിച്ചത്, അതായത് എന്താണോ ഞാൻ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ആരാണ് എന്നല്ല, മൻ എന്ന് വിളിച്ചിട്ടില്ല, മൻ അഅബുദ് എന്നല്ല. ആരെയാണോ ഞാൻ ആരാധിക്കുന്നതല്ല, മാ അഅബുദ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാ എന്ന് ഉപയോഗിക്കാൻ കാരണം? അപ്പോൾ ഇവിടെ മാ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ അള്ളാഹു ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നാണ് ഒന്നാമതായിട്ട്. അതായത് എൻ്റെ റബ്ബിനോട് ഞാൻ എങ്ങനെയൊക്കെയാണോ അടിമത്തം കാണിക്കുന്നത് അതുപോലെയല്ല നിങ്ങൾ എന്താണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അതായത് എൻ്റെ ഇബാദത്തും നിങ്ങളുടെ ഇബാദത്തും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ക്ലിയർ കട്ട് ഡിഫറൻസ് ആണ് എന്നുള്ള അർത്ഥം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മാ എന്നുള്ളത് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ മാ തഅജ്ജുബ് എന്ന് പറയും. അതായത് അമേസ്മെൻറ്റ് കാണിക്കാൻ. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ എന്താണ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പേര് പറയും, ഞാൻ എൻ്റെ പേര് ഇതാണ് എന്ന് പറയും. എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ മാ എന്ന് വെച്ചിട്ട് എന്താണ് എൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പേര് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ മാ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ആരാധിക്കുന്ന ആ ഒരു എന്തിനെയാണോ ഞാൻ ആരാധിക്കുന്നത് അത് ഭയങ്കര അമേസിങ് ആണ്. അതായത് ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരേ അല്ല. അതായത് ഞാൻ അത്രയ്ക്കും അമേസിങ് ആയിട്ടുള്ള, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയ്ക്കും എന്താണ് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒന്നിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. പക്ഷെ എന്താണ് നിങ്ങളുടെ ഗോഡിൻ്റെ അവസ്ഥ? എത്ര പത്തറ്റിക്കാണ്. സ്വന്തം സ്വന്തത്തിനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത, ഒരു ഈച്ച വന്നാൽ പോലും ആട്ടാൻ പറ്റാത്ത, ഒന്ന് നിലത്ത് വീണാൽ പോലും എന്നിട്ട് നിൽക്കാൻ പറ്റാത്ത ഒന്നിനെയല്ല നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മാ എന്നുള്ളത് മറ്റൊന്നായിട്ട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ എൻ്റെ റബ്ബിനോട് എന്തൊക്കെയാ അടിമത്തമാണ്, എന്തെല്ലാം അനുസരണമാണോ കാണിക്കുന്നത് അതൊന്നും തന്നെയല്ല നിങ്ങൾ നിങ്ങളുടെ ഫാൾസ് ഗോഡ്സിനോട് ചെയ്യുന്നത് എന്നുള്ളൊരർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ആയത്ത് വീണ്ടും ഈ 4 ആയത്തുകൾ അല്ലേ, 2, 3, 4, 5 ആയത്തുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് കംപ്ലീറ്റ് സെപ്പറേഷൻ. ഒരു വിധത്തിലും സത്യനിഷേധികളായിട്ട് നമ്മൾക്ക് ഇബാദത്തിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, തൗഹീദിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ട്രോങ് എംഫസൈസ് ആണ് ഇവിടെ നൽകുന്നത്. കാരണം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്യുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന ആയത്തുകളാണ് ഇവിടെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവസാനമായിട്ട് കംപ്ലീറ്റ് അതിലും വലിയ സെപ്പറേഷൻ വരികയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും നിങ്ങൾക്ക്, ദീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മതം, ദീനുക്കും നിങ്ങളുടെ മതം, വലിയ ദീൻ ആൻഡ് എനിക്ക്, ദീനി എന്ന് പറയുമ്പോഴാണ് എൻ്റെ ദീൻ അല്ലെങ്കിൽ എൻ്റെ മതം. നമ്മുടെ മതം എന്ന് പറഞ്ഞ് ചുരുക്കാൻ പറ്റുന്നില്ല. ദീൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ദൈൻ എന്ന് പറഞ്ഞാൽ ആയത്ത് ദൈനൊക്കെ കേട്ടിട്ടുണ്ടാകും. ദൈൻ എന്ന് പറഞ്ഞാൽ ലോണാണ്. ഈ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് അല്ലെങ്കിൽ ബാങ്ക് എന്താണ് ആളുകൾക്ക് ഒരിത് കൊടുക്കും അല്ലേ. തിരിച്ചെന്താണ് ഈ ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം അവർ പകരമായിട്ട് കൊടുക്കും അല്ലേ. ലോണിന് എടുത്തുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനം പകരം വെക്കും. അതൊരു എക്സ്ചേഞ്ചാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ
ദീൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൗമദ്ദീൻ നമുക്കറിയാം, പ്രതിഫല ദിവസം അല്ലേ. ആ പ്രതിഫല ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, നമ്മൾ എന്താണോ ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അല്ലാഹു തരും. നമ്മൾ അങ്ങോട്ട് കൊടുത്തതിനനുസരിച്ച് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്തത് അതനുസരിച്ചിട്ടുള്ള പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ദീനിൻ്റെ അർത്ഥം. അപ്പോൾ ദീൻ എന്നുള്ള അർത്ഥം രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മളുടെ ദീൻ എന്ന് പറയുമ്പോൾ റിലീജിയൻ അർത്ഥമുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റം ഓഫ് ലൈഫ് എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടാമതായിട്ടുള്ള അർത്ഥം എന്താണ്, നമ്മൾ ഒരു എക്സ്ചേഞ്ച് പോലെയാണ്. അതായത് നമ്മളുടെ റിസൾട്ട്, നിങ്ങൾ ചെയ്തതെന്നുള്ള റിസൾട്ട് നിങ്ങൾക്കുണ്ട്, ഞാൻ ചെയ്തതെന്നുള്ള റിസൾട്ട് എനിക്കും എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങളെ ഞാൻ വിട്ടിട്ടുണ്ട്, നിങ്ങൾ അലാമക്കാനത്തേക്കും, നിങ്ങൾ നിങ്ങളുടെ എന്താണ് പ്രവർത്തികൾ നിങ്ങളുടെ സ്ഥലത്ത് വെച്ച് ചെയ്തോ ഇനിയാണ് ഞാനും എൻ്റെ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് ഭയങ്കര നമ്മൾ ഇത് നോർമലി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്ന് പറയുമ്പോൾ ഇത് കോംപ്രമൈസിനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഫോളോ ചെയ്യാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഫോളോ ചെയ്യാം, പിന്നെ എന്താണ് പ്രശ്നം, പിന്നെ എന്തിനാണ് നിങ്ങൾ ദഅവ ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ, ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്കും ഞാൻ ചെയ്തതിന് എനിക്കും എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ പരലോകത്ത് കാണും എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളതിൽ. അതായത് നിങ്ങൾക്ക് ആരാണ് അവിടെ ടോപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അന്ന് കാണും എന്നുള്ള അർത്ഥമാണ്. ഒരു ഓപ്പൺ ചാലഞ്ചാണ്. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് മാത്രമാണ്, എൻ്റേത് എനിക്കും, ഞാൻ ചെയ്യുന്നതിന് എനിക്ക് കിട്ടും, നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു താക്കീതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വാക്കുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ അല്ലേ. മുശ്രിക്കുകൾ അതെത്ര വെറുത്താലും ശരി, എന്താണ് ഹക്കായിട്ടുള്ള ദീനിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, മറ്റുള്ള ദീനിനെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അടുത്ത സൂറത്ത് നമുക്കറിയാം, സൂറത്ത് നസ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചത് നസ്റാണ്. അപ്പം ആ സൂറത്തിലൂടെ ആരാണ് ഈ വിജയിക്കുന്ന, ഏതാണ് ഈ വിജയിക്കുന്ന ദീൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് ഈ ഒരു സൂറത്തിൻ്റെ കംപ്ലീറ്റ് എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഫാൾസ് ദീനൊക്കെ എന്താണ്, നശിച്ചു പോകും. യഥാർത്ഥ ദീൻ എന്തായാലും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ചിലപ്പോൾ നിങ്ങൾ എന്നാണ് അറിയുക, അത് ഖിയാമത്ത് നാളിലാണ് നിങ്ങളറിയാം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഉണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ എല്ലാ കോംപ്രമൈസും ചെയ്യാൻ ഇവിടെ എന്നതൊക്കെ അവിടെ നിന്നാണ് പൊടിഞ്ഞു പോവുകയാണല്ലേ. എന്നാൽ ഡയറക്റ്റ്ലി പറഞ്ഞെന്താണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങൾക്കുള്ളത് അന്ന് കിട്ടും, എനിക്കുള്ളത് അന്ന് കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. സുബ്ഹാനല്ലാഹ്. അതോടുകൂടി എന്താണ് എല്ലാം അവിടെ സ്റ്റോപ്പായി അല്ലേ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റോള് അങ്ങോട്ട് കുറച്ചിട്ട് അള്ളാഹുവിൻ്റെ റോൾ അവിടെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ലെഗസി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്കും ടൈ ചെയ്തിട്ടുണ്ട്. വേറൊരു ഖുറാനിൽ മറ്റൊരു ഭാഗത്ത് ഇതേപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടും മുശ്രിക്കായിട്ടുള്ള ആളുകളോട് സംസാരിപ്പിക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ മുഴുവൻ ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ പ്രവർത്തികളും നമ്മളുടെ ഹൃദയം കൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഷിർക്കിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കുക എന്നുള്ളൊരു ഡിക്ലറേഷനാണ് ഈ ഒരു സൂറ. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് കുറച്ച് ലെസൺസൊക്കെ മനസ്സിലാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷത്തോളം എന്താണ് ദീന് എത്തിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവരെ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ദഅ്വ രംഗത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സൂറ.
സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ദീനിനെ നമ്മൾ പ്രൗഡായിട്ട് നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യണം. നമ്മളൊരിക്കലും ഇത് ഒരു പഴഞ്ചൻ കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പഴയ ആളുകൾ ചെയ്യുന്നതാണ്, ഇത് ഞാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും, അങ്ങനെയുള്ളൊരു പേടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളെന്താണ് കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മളുടെ ദീന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം എന്നുള്ള ഒരു പാഠം കൂടെ ഈ ഒരു സൂറത്ത് നമുക്ക് നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ധൈര്യം, അതിനുള്ള സബറും ഒക്കെ നൽകട്ടെ അല്ലേ. നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ ഇത് നമ്മൾ പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്നേ ചെയ്യും അല്ലേ. പക്ഷെ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. കാരണം അള്ളാഹുവിന് എല്ലാതും എളുപ്പമാക്കി തരാൻ പറ്റും അല്ലേ. നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ യൂനുസ് അലൈഹിസ്സലാം. ആ ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയാൽ ആരാണ് ഇനിയിപ്പോൾ ഇതിനുള്ളത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. കാരണം കടലിൻ്റെ അടിയിലുള്ള ഒരു മത്സ്യമാണ്. ആ മത്സ്യം എങ്ങനെയാണ് കരയിലേക്ക് എത്തിക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു ഞാൻ അക്രമം ചെയ്തു പോയി, ഞാൻ അക്രമങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രാർത്ഥിച്ചു അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളൊക്കെ എത്ര അക്രമം ചെയ്തിട്ടുണ്ടാകും, എന്നിട്ടും റബ്ബ് നമ്മളുടെ എത്ര ദുആകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മൾ നമ്മളുടെ ദീനിനെ പ്രൗഡായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളുടെ ദീനിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ടും ദീനിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അടിയറവ് വെക്കരുത്. സുബ്ഹാനല്ലാഹ്. ഡോണ്ട് ഗീവ് അപ്പ് എന്ന് പറയില്ലേ, ഒരിക്കലും നമ്മൾ നമ്മളുടെ ദീനിനെ അടിയറവ് വെക്കരുത്. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്, കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഞാൻ ഈ ചെയ്യുന്നത് ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ എനിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പോലെ ആകണം എന്നൊക്കെ വിചാരിച്ചിട്ട് എത്ര പേര് മാറിയിട്ടുണ്ടെന്ന് അറിയാം. ഭയങ്കര വിഷമമാണ് കാണുമ്പോൾ. അതായത് ആദ്യം നല്ല പോലെ ആയിട്ട് പിന്നീട് സിറ്റുവേഷൻസും അതുപോലെ തന്നെ കൂടെയുള്ള കൂട്ടുകാർക്ക് അനുസരിച്ചിട്ട് മാറുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അള്ളാഹുവിൻ്റെ ഈ ഒരു ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ളൊരു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ഇവിടെ തെളിയിക്കുകയാണ് അല്ലേ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഓഫറുകൾ അവർ നൽകിയിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പറയുന്ന കാര്യം തീർച്ചയായിട്ടും സത്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വലിയൊരു പ്രൂഫാണ് ഈ സൂറ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ആ ഒരു സത്യസന്ധത അവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കും അതുപോലെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്ക് ആ ഒരു സത്യം മനസ്സിലാകും എന്ന് നമ്മൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. നിരന്തരം ദുആ ചെയ്യുക, അല്ലാഹ് ഞങ്ങൾക്ക് നീ ഈ ദീന് കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണമേ, ഇതിലെനിക്ക് സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പറ്റുകയാണ് റബ്ബേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം റബ്ബിന് മാത്രമേ അത് സാധിക്കുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പ്രയാസത്തോട് കൂടി തന്നെ ആയിരിക്കും നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും, ഒരുപാട് നമ്മൾ മറ്റെല്ലാം കേട്ടിട്ടുണ്ടാകും. എന്നാലും റബ്ബേ എന്നെ ഇതിൽ തന്നെ അടിയുറച്ച് നിർത്തണമേ, യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖുലൂബന അലാ ദീനിക് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. കാരണം റബ്ബിന് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നൊരു കാര്യമല്ല അല്ലേ. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അതാണ് അടുത്ത പോയിന്റ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗൈഡൻസ് മാത്രം, അതിൽ അള്ളാഹുവിൻ്റെ കൈകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളുടേതായിട്ട് പുതിയതായിട്ടൊന്ന് കൊണ്ടുവരാനോ ഒന്ന് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റൂല അല്ലേ. അതാണ് നമുക്കറിയാം നബിദിനൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരുന്ന അവിടെയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾ മനുഷ്യന്മാരെന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവന്നാൽ അത് ഭയങ്കര എന്താ പറയുക മോശമായി പോകും. അത് ആയാലും ഇസ്ലാമിൻ്റെതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ മറ്റേ പാഗൺ ബിലീഫ്സ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യം തന്നെ പറയാൻ പറ്റുള്ളൂ അവർ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ ഇച്ഛകൾക്ക് അനുസരിച്ചിട്ട് നമുക്കൊന്നും തന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമ്മളുടെ ഇച്ഛകൾക്ക് അനുസരിച്ചിട്ടല്ല ഇസ്ലാം. അത് അള്ളാഹു നിന്നുള്ള പ്യുവർ ആയിട്ടുള്ള ഹിദായത്ത് മാത്രമാണ്, തൗഫീഖ് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് പിന്നെ മറ്റൊന്നായിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ നമ്മൾക്കിതിൽ മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എന്ന് പറയുമ്പോൾ
അവർക്ക് അവർ ചെയ്യുന്നതനുസരിച്ചിട്ട് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജീവിച്ചു പോകാം, പക്ഷെ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് കിട്ടും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഉണ്ട് ലക്കും ദീനുക്കും വലിയ ദീനുള്ളത്. അതുപോലെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതായത് നമ്മളിപ്പം നമ്മളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മളുടെ യഥാർത്ഥ അല്ലെങ്കിൽ നമ്മൾ ദീനിൻ്റെ അണ്ടറിലല്ലെങ്കിൽ പോലും നമ്മൾ അവരായിട്ട് നല്ല രീതിയിൽ ഇടപഴകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഉണ്ട് അല്ലേ. പല കാറ്റഗറീസ് ഓഫ് മുസ്ലിംസ് തന്നെ പല പല ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅയിലൂടെ നമ്മൾ അടിയുറച്ച് കൈകൾ കോർത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന സെക്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഖുർആനും സുന്നത്തും മാത്രം അനുസരിച്ചിട്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതല്ലാത്ത ഏതും നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട്. പക്ഷെ നമ്മളവിടെ പീസ്ഫുള്ളായിട്ട് നമ്മൾ അതിൽ തർക്കിക്കാൻ നിൽക്കരുത്. അത് അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ നിർത്തുകയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു നൽകിയിട്ടുള്ള ദീനിൽ നമുക്കൊന്നും തന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം നമ്മളതിൽ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ തർക്കിച്ച് കൊണ്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവരെന്തായാലും അതിന് അനുസരിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾക്ക് ഏറ്റവും ഉത്തമം അവിടെ പറയുന്നത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും, ഞാൻ പ്രവർത്തിച്ചതനുസരിച്ചിട്ട് എനിക്കും കിട്ടും എന്ന് പറഞ്ഞ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 142 ആയത്തിൽ പറയുന്നുണ്ട്, സയഖൂലു സുഫഹാഉ മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ എന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ കിബ്ല മാറ്റം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ചോദിക്കുമ്പോൾ എന്ത് പറയണ്ടേ, ഖുലില്ല, അതായത് ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതായത് അള്ളാഹൻ തന്നെയാണ് എല്ലാതും. കിഴക്കും പടിഞ്ഞാറും എന്ന് പറയുമ്പോൾ എല്ലാം അള്ളാഹുൻ്റെ തന്നെയാണ്. അപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കും. അല്ലെങ്കിൽ നമ്മൾ എത്ര വന്നാൽ മതി, ഇതൊക്കെ അള്ളാഹുൻ്റെതാണ്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്ന് പറഞ്ഞ് നമുക്കതവിടെ അവസാനിപ്പിക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നമ്മളുടെ ദീനിൽ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തല. വീണ്ടും വീണ്ടും പറയാണ്, നമ്മൾക്ക് ദീനിൽ കുറച്ച് ഇതുമല്ല, നമ്മൾക്ക് ദുഖുലു ഫിസ്സിൽമി കാഫ, ദീനിൽ നമ്മൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യണം. അതുപോലെ തന്നെ അവസാനമായിട്ടുള്ളക്കും ദീനുക്കും വലിയ ദീനിൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കും അല്ലേ. നാളെ പരലോകത്ത് റബ്ബ് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ഓരോരുത്തരുടെയും വിധി അല്ലാഹു സുബ്ഹാനഹു നിർണ്ണയിക്കും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തിരുന്നു, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോയി എന്ന് നമുക്ക് പറയാൻ യാതൊരു അവസരം ഉണ്ടാവില്ല അല്ലേ. അവർ അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടി, ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടി, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കോൺഷ്യസ് ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ആലോചിക്കുമ്പോൾ, എൻ്റെ റബ്ബെ എനിക്ക് നാളെ എന്ത് ദീനായിരിക്കും, എന്ത് പ്രതിഫലമായിരിക്കും തരാൻ പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാം. ആ ഒരു പ്രതിഫലം എനിക്ക് കൺകുളിർക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് ആയിരിക്കുമോ റബ്ബെ എന്ന് നമ്മൾ ഇപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മുടെ പ്രവർത്തികൾ അങ്ങോട്ടുള്ളതാണോ, അതോ അത് തിരിച്ചെങ്ങോട്ടെങ്കിലാണോ, നരകത്തിലേക്കുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ടോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ, ദീനിൽ ഞാൻ കോംപ്രമൈസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ദീനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഖ്ലാസോട് കൂടി ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പം അള്ളാഹുവിനോടുള്ള അനുസരണയും സ്നേഹവും തവക്കുലും ഇഖ്ലാസും എല്ലാം നിറഞ്ഞ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഏറ്റവും പ്യുവറായിട്ടുള്ള രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ثبتنا عند الموت بلا إله إلا الله. اللهم اهدنا إلى صراط مستقيم. يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم فقهنا في الدين وعلمنا تأويل. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم.
آخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഷെയ്ത്താനിൽ നിന്ന് മാത്രമാണ്. اللهم اغفر لنا